അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ വിശ്വാസി സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ വെളിച്ചം പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 35-ാം അധ്യായം സൂറത്തു ഫാത്തിറിൻ്റെ 8 മുതൽ 13 വരെയുള്ള വചനങ്ങളെ ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചത്, പിശാച് മനുഷ്യൻ്റെ ശത്രുവാണ്. അവനെ ശത്രുവായി തന്നെ കാണണം, എങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. അതില്ലെങ്കിൽ കഠിനമായ ശിക്ഷയാണ് വരാനിരിക്കുന്നത് എന്നൊക്കെ സൂചിപ്പിച്ചതിന് ശേഷം വചനം 8-ൽ പിശാച് എങ്ങനെയാണ് മനുഷ്യനെ പിഴപ്പിക്കുന്നത് എന്ന് ഒന്നുകൂടെ വ്യക്തമാക്കുകയാണ് വചനത്തിൻ്റെ ആദ്യ ഭാഗത്തിലൂടെ അള്ളാഹു ചെയ്യുന്നത്. ഒരു തിന്മയാണെന്ന് ഒരാളുടെ മനസ്സിൽ വിചാരമുണ്ടാവുമ്പോഴാണ് അയാളിൽ നിന്ന് ഒരു തിരിച്ചുപോക്കും ആത്മാർത്ഥമായ മടക്കത്തിൻ്റെ തൗബയും ചെയ്യുന്നത് തിന്മയാണെന്ന മനസ്സിൻ്റെ ധാരണയും തുടർന്നുള്ള കുറ്റബോധവുമൊക്കെ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഒരാൾ ചെയ്യുന്ന തിന്മകൾ പോലും ഇതൊക്കെ നന്മയാണ്, ഇതൊക്കെ സംഭവിക്കുന്നതാണ്, ഇതില്ലാതെ എങ്ങനെ ജീവിക്കാനാണ്, മനുഷ്യ സഹജമാണ്, തിന്മകളെ ആരൊക്കെയോ വ്യാഖ്യാനിച്ചു വെച്ചതാണ്, ഇതിനൊന്നും റബ്ബ് തിന്മയായി കണക്കാക്കുകയോ ശിക്ഷ നൽകുകയോ ചെയ്യുകയില്ല, അവൻ കാരുണ്യവാനാണ്. മനുഷ്യൻ്റെ ഒരു ആഗ്രഹത്തെയോ ഇഷ്ടത്തെയോ ഹനിച്ചു കളയുന്ന ഒന്നും റബ്ബ് പറയുന്നതല്ല എന്നൊക്കെ പറഞ്ഞ് തിന്മകളെ ന്യായീകരിക്കാനും അല്ലെങ്കിൽ ആ തിന്മയിൽ തന്നെ കഴിഞ്ഞുകൂടാനും ശ്രമിക്കുന്നവരാണ്, അല്ലെങ്കിൽ അതൊരു കാരണമായി പറയുന്നവരാണ് തിന്മ ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ. ഇവർ ചെയ്യുന്നത് തിന്മയാണെന്ന് പോലും ഒരു ഊഹത്തിൻ്റെ ധാരണ പോലും തോന്നൽ പോലും ഇവർക്കില്ല എന്നുള്ളതാണ്. ഇക്കൂട്ടരെങ്ങനെയാണ് പിന്നെ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക? എങ്ങനെയാണ് അവർ നന്നാവുക? ഒരിക്കലുമില്ല. മനുഷ്യൻ്റെ പ്രത്യേകത തന്നെ ഓരോന്നിലും നന്മ തിന്മ വിവേചപ്പെടുത്തി വിവേകത്തോടെ നന്മ പുൽകുകയും തിന്മകളെ വെടിയുകയും ചെയ്യലാണല്ലോ. ഇവരിൽ അത് പ്രതീക്ഷിക്കാവുന്നതല്ല. അത്രത്തോളം ഇവർ ഇബ്ലീസിനെ അനുസരിച്ചു പോയി എന്നതാണ്. അഫമൻ സുയ്യിന ലഹു സുഅ അമലിഹി ഫറആഹു ഹസന, ചെയ്യുന്ന തെറ്റുകളെപ്പോലും ഹസനായിട്ട് കാണുന്ന ആളുകൾ, അത്രത്തോളം ഇബ്ലീസ് അവരിലേക്ക് മിത്രങ്ങളായി, അല്ലെങ്കിൽ അവർ ഇബ്ലീസിന്റെ മിത്രങ്ങളായി മാറി എന്നതാണ്. അതവൻ്റെ കുതന്ത്രത്തിൻ്റെ, അവൻ്റെ വസ്വാസിൻ്റെ ഒരു രീതിയാണ്. ഇനി അള്ളാഹു പറയുന്നു, അള്ളാഹു അവൻ ഉദ്ദേശിച്ചവരെ ഹിദായത്തിലാക്കുന്നു. ആരെയാണോ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവർക്ക് അവൻ വഴികേടും ഒരുക്കുന്നു. ഇവിടെ കാര്യം വളരെ സുവ്യക്തമാണ്. ആരെയാണ് ഈ ഒരു വിഷയത്ത്, അല്ലെങ്കിൽ ഈ ഒരു സംസാര ഭാഗത്ത് അള്ളാഹു ആരെ തൊട്ടാണ് ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത്? ആരാണ് പിശാചിനെ ശത്രുവായി കാണുന്നത്? ഈമാന് കൊണ്ട്, നന്മകളെ കൊണ്ട് മനസ്സിനെ വലയം തീർത്തവരാരാ? അവരെ അള്ളാഹു ഹിദായത്തിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അവര് ആ ആഗ്രഹത്തിലുള്ളവരാണ്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ തിന്മകളെയൊക്കെ നന്മകളായി കണ്ട് ഇതൊക്കെ തന്നെ ജീവിതത്തിൻ്റെ സഹജമാണെന്ന് പറഞ്ഞ് കാലത്തിൻ്റെ കഴിവുകേടായി അതിന് മനസ്സിലാക്കി തിന്മയിൽ തന്നെ മുഴുകി നന്നാവാനൊരു മനസ്സില്ലാതെ പോകുന്ന ആളുകളെ അള്ളാഹു പറയുന്നു യുദില്ലു മയ്യഷ. അങ്ങനെ ചില ആളുകളെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് അവർ വഴികേടിൽ തന്നെ ആവട്ടെ എന്നുള്ളതാണ്. അല്ലാതെ അള്ളാഹു നിരുപാധികം ഒരു കൂട്ടരെ നന്മയിലേക്കും മറ്റൊരു കൂട്ടരെ തിന്മയിലേക്കും നയിക്കുന്ന ആ നിലക്കുള്ള ഒരു വിധികർത്തൃത്വത്തെ തീരുമാനത്തെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, അടുത്തത് പ്രവാചകനോടുള്ള ഒരു ആശ്വാസത്തിന്റെ വചനമാണ്. പ്രവാചകരെ കുറ്റവാളികൾ നിഷേധിക്കുകയും അവർ ഇങ്ങനെ തുടർച്ചയായി കളവാക്കുകയും തിന്മയിൽ തന്നെ മുഴുകുകയൊക്കെ ചെയ്യുമ്പോൾ, നബിയുടെ ഉപദേശം അവർ കൈവെടിയുമ്പോൾ സ്വാഭാവികമായി താങ്കൾക്കുണ്ടാകുന്ന വിഷമം, സങ്കടം അത് അല്ലാഹു അറിയുന്നുണ്ട്. നിങ്ങളൊരിക്കലും തന്നെ ആ സങ്കടത്തെ മുൻനിർത്തി നിങ്ങളുടെ ജീവനെ നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ ചിന്തിച്ച് സ്വയം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒന്നും ഉണ്ടാവരുത്. അതിൻ്റെ ആവശ്യമില്ല. ഫലത്തദ്ഹബ് നഫ്സുക അലൈഹിം ഹസറാത്ത്. അവരുടെ നഷ്ടങ്ങൾ ഓർത്തിട്ട് നബിയെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ആ നിലക്ക് നിങ്ങളുടെ ജീവിതത്തെ പോലും നഷ്ടപ്പെടുത്തും വിധത്തിലുള്ള സങ്കടങ്ങളെ ഭാരം പേറുന്നവനായി മാറേണ്ടതില്ല. ഫലഅല്ലക ബാഖിഉൻ നഫ്സക, പ്രവാചകൻ അത്രത്തോളം വിഷമമുണ്ടായിരുന്നതാണ്. അറിയുന്ന, നിത്യേന കാണുന്ന, കുടുംബത്തിൽ നിന്ന് പോലുമുള്ള, ചെറുപ്പം മുതലേ ഒരുമിച്ചുണ്ടായിരുന്ന ആളുകൾ പ്രത്യേകമായി റബ്ബിൻ്റെ ഒരു സത്യത്തെ ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്തപ്പോൾ അവർ ആ നിലക്ക് അതിനെ നിഷേധിച്ചപ്പോൾ ഉപദേശം തള്ളി, കൂട്ടുകാർ കൈവടിഞ്ഞു, നാട്ടുകാർ കല്ലെറിഞ്ഞു, കുടുംബക്കാർ മാറ്റി നിർത്തി, ഭ്രഷ്ട് കൽപ്പിച്ചു, അവരംഗീകരിക്കുന്നില്ല, അനുസരിക്കുന്നില്ല.
ബന്ധങ്ങളെ വിച്ഛേദിക്കുന്നു. ഇതൊക്കെ പ്രവാചകൻ ഉണ്ടാക്കിയിട്ടുള്ള മാനസിക സമ്മർദ്ദം, വിഷമം വളരെ വലുതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, വേണ്ട നബിയെ, നിങ്ങൾ ആ കാര്യം ആ നിലക്ക് വിട്ടോളൂ. ഇന്നല്ലാഹു അലീമും ബിമാ യസ്നഊൻ. അവർ ചെയ്യുന്നതിനെ പറ്റി റബ്ബിന് ബോധമുണ്ടല്ലോ. അതായത് അവരെ പറ്റി റബ്ബിന് കൃത്യമായ അറിവുണ്ട്. അവർക്ക് എന്താണോ കൊടുക്കേണ്ടത്, നൽകേണ്ടത്, അത് റബ്ബിനറിയാം. റബ്ബ് ആ നിലക്ക് അവരെ കൈകാര്യം ചെയ്യും. നിങ്ങളത് ആലോചിച്ചിട്ട് അവരുടെ ആ ഒരു മാറി നിൽക്കല് അല്ലെങ്കിൽ ആ നിലക്കുള്ള നിഷേധം നിങ്ങൾ എന്ത് ചെയ്യേണ്ട, വിഷമിപ്പിക്കേണ്ട എന്നുകൂടെ. ഇനി വചനം 9 വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് 2 കാര്യങ്ങളെയാണ്. അതായത് ഒന്ന്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നിങ്ങൾ അംഗീകരിക്കണം. കാരണം അവൻ ലോകത്തിൻ്റെ സൃഷ്ടാവാണ്. അവൻ്റെ പ്രവർത്തനങ്ങളെല്ലാം യുക്തിപരമാണ്. അതുകൊണ്ട് നന്മയും തിന്മയും അനുസരിച്ച് പ്രതിഫലം നൽകുക എന്നത് അവൻ്റെ യുക്തിയും തീരുമാനവുമാണ്. ഭൂമിയിൽ ജീവിക്കുന്ന നിങ്ങൾ മഴയെ അനുഭവിക്കുന്നു, സസ്യങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. നിങ്ങളിതിൻ്റെ പിന്നിലുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ വസ്തുതകൾ സ്പഷ്ടമായി കാര്യങ്ങളെ നിങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുള്ളതാണ്. നിങ്ങൾ അനുഭവിക്കുന്നതായ ഒരുപാട് നന്മകളെ, മനുഷ്യന്മാരനുഭവിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സൂചിപ്പിച്ചിട്ട് അതിൻ്റെ പിന്നിലുള്ള ആ ശക്തിയെ, ആ റബ്ബിനെ ബോധ്യപ്പെടുത്തുകയാണ് ആ വചനത്തിൻ്റെ ആദ്യ ഭാഗം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് എന്നാണ്. കാറ്റിനെപ്പറ്റി, സഹാബ് കാർമേഘത്തെപ്പറ്റി, നിർജീവമായ ഭൂമിയെപ്പറ്റി, ശേഷം അതിനെ വെള്ളം നനച്ച് സജീവമാക്കിയതിനെ പറ്റിയൊക്കെ പറയുന്നത് പിന്നിലുള്ള അതിൻ്റെ കൈകാര്യകർത്തൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്ന സൃഷ്ടാവിലേക്കുള്ള ധ്വനിയാണ്, സൂചനയാണ് എന്നുള്ള. രണ്ടാമതാ വചനം അവസാനിപ്പിച്ചത് കദാലിക നുശൂർ. അങ്ങനെയാണടോ പുനരുദ്ധാനം എന്ന് പറയുമ്പോൾ. കേവലം മഴ വന്നു, ഭൂമി നനഞ്ഞു, മുള പൊട്ടി, സസ്യങ്ങൾ വളർന്നു എന്നത് സൃഷ്ടിപ്പിൻ്റെ മഹാത്മ്യം അറിയാൻ മാത്രം പറഞ്ഞതല്ല. അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തിൻ്റെ മഹത്തരം മനസ്സിലാക്കാൻ മാത്രം പറഞ്ഞതല്ല. മഹത്തരം അതിലുണ്ട്. പക്ഷെ അതിന് പുറമെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതെന്താ? മനുഷ്യരെ, നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്നു, മരണമെത്തുന്നു, എന്നിട്ട് മണ്ണോട് നിങ്ങൾ അലിഞ്ഞു ചേരുന്നു. എല്ലുകളൊക്കെ നുരുമ്പിച്ച് മണ്ണോട് ചേരുന്നു. അപ്രത്യക്ഷമായി ഒരു നിലക്കും നിങ്ങൾ ഈ ഭൂമിയിൽ വന്നിട്ടേ ഇല്ല, ജീവിച്ചിട്ടേ ഇല്ല എന്ന രീതിയിൽ നിങ്ങൾ അള്ളാഹു അപ്രത്യക്ഷമാക്കി കളയുന്നു. എല്ലാ നിലക്കും പിച്ച് ചീന്തി കളയുന്നു, അല്ലേ? എന്നിട്ടും അവിടെ തീരുന്നില്ല. അവിടെയാണ് അടിവര ഇടേണ്ടത്. അവിടെ തീരുന്നില്ല. ശേഷം ഒരു ദിനം മുള പൊട്ടി വരുന്ന സസ്യങ്ങളെപ്പോലെ ഇനി മരണമില്ലാത്ത മറ്റൊരു ലോകത്തേക്ക് പുനരുദ്ധാരണം ചെയ്യുമെന്ന് നിങ്ങൾ ഉറപ്പിക്കണം. കദാലിക നുശൂർ. നിങ്ങൾ നിർജീവമായ ഭൂമിയെ മഴവെള്ളം കൊണ്ട് സജീവമായി ചെറിയ ചെറിയ കുഞ്ഞു വിത്തുകൾ പോലും മുളപൊട്ടി മണ്ണിനെ അടർത്തി മുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, ഇതുപോലൊരു വരവ് മനുഷ്യരെ നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ പരലോകത്തേക്ക് വരാനുണ്ട് എന്നത് ഓർമ്മപ്പെടുത്താനാണ് അള്ളാഹു കദാലിക നുശൂർ. 10-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അള്ളാഹു പറയാണ്, മക്കക്കാരോടാണല്ലോ ഈ വചനങ്ങൾ ഇങ്ങനെ നേരിട്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രതാപികളായി നടക്കാൻ ആഗ്രഹിച്ചവരായിരുന്നവർ, അല്ല ഞങ്ങൾ തന്നെയാണ് പ്രതാപമുള്ളവർ എന്നവർ മക്കയിൽ വെച്ച് മദീനയിൽ വെച്ചിട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഖുർആൻ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അള്ളാഹു ഇസ്സത്തിനെ പറ്റിയിട്ട് പറയുന്നത്. ഇസ്സത്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ അറിയണം, ഫലില്ലാഹിൽ ഇസ്സ. ഇസ്സത്ത് എന്നത് മുഴുക്കെ അത് അള്ളാഹുവിനുള്ളതാണ്. അങ്ങനെയെങ്കിൽ ചില കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് അള്ളാഹ്. നിങ്ങളുടെ പ്രതാപവും അധികാരവും ഒക്കെയാണ് പ്രവാചകനെയും ഖുർആനിനെയും നിഷേധിക്കാൻ നിങ്ങളെ പര്യാപ്തമാക്കുന്നതെങ്കിൽ, പ്രചോദിപ്പിക്കുന്നതെങ്കിൽ അത് വേണ്ട. ഇസ്സത്ത്, ഈ പ്രതാപം നിങ്ങൾക്ക് പോലും കിട്ടിയിട്ടുള്ള ആ പ്രതാപത്തിൻ്റെ മുഴുവൻ ഉടമസ്ഥാവകാശം ഇത് റബ്ബിൻ്റെതാണ്. അപ്പം അത് കിട്ടിയതിൻ്റെ പേരിൽ നിഷേധിക്കേണ്ട എന്നാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ സംഗതി, നിങ്ങളുടെ പ്രതാപം കൊണ്ട് എന്തും നേടിയെടുക്കാം എന്നതാണ് ധാരണയെങ്കിൽ എവിടെയും രക്ഷപ്പെടാം, ആരെയും സ്വാധീനിക്കാം. വേണ്ട, അങ്ങനെയൊന്നും വേണ്ടട്ടോ എന്നാണ്. ഒന്നുമില്ലാത്ത പ്രതാപത്തിൻ്റെ അവസാന വാക്ക് അള്ളാഹുവിൻ്റേത് മാത്രമാകുന്ന ഒരു ലോകം, ഒരു സമയം വരാനുണ്ട്. അത് പരലോകമാണ്. അവിടെ വെച്ച് നിങ്ങൾക്കത് ബോധ്യപ്പെടും. അതുകൊണ്ട് ആ നിലപാടൊക്കെ മാറ്റി വെച്ചോളൂ എന്നതാണ്. മറ്റൊന്നുള്ളത്, ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രതാപമാണെങ്കിൽ നിങ്ങളെ പ്രതാപന്മാരാക്കിയത് അള്ളാഹുവാണ്, അല്ലേ? മക്കയും പരിസരവും, കഅബയും മസ്ജിദുൽ ഹറമും, നീണ്ടുകിടക്കുന്ന യാത്രാ വഴികളും, അതിന് പറ്റിയ ഉഷ്ണ ശൈത്യകാല കാലാവസ്ഥകളും, ഇതൊക്കെയല്ലേ നിങ്ങൾക്ക് നാട്ടിൽ സ്വാധീനം ഉണ്ടാക്കി തന്ന്? നിങ്ങളുടെ കഴിവൊന്നല്ലല്ലോ. ഇതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് കനിഞ്ഞ് അരുളിയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പ്രതാപമാണ്, പ്രതാപത്തിൻ്റെ അടയാളങ്ങളാണ്. അപ്പോൾ റബ്ബിനെ മറന്നിട്ടാവരുത് എന്നുള്ളതാണ്. ഫലിഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, അല്ലേ? നിങ്ങൾ അള്ളാഹിൻ്റെ ആ വീടിൻ്റെ നാഥനെ ആരാധിക്കാനാണ് തന്നത് എന്നാണ് ഇലാഫി ഖുറൈഷ്, സൂറത്ത് ഖുറൈഷ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ വിഷയത്തെ എന്നാണ്. ഇനി അപ്പോൾ അതൊന്നും മറക്കരുത് എന്നാണ്. മറ്റൊരു ചിന്ത ഉള്ളത്, നിങ്ങൾക്ക് പ്രതാപമാണ് ആവശ്യമെങ്കിൽ
നിങ്ങൾക്ക് ആ നിലക്കുള്ള സ്ഥാനവും പദവിയൊക്കെയാണ് ആവശ്യമെങ്കിൽ ഇഹപര ലോകത്ത് പ്രതാപവും പദവിയും ഒക്കെ നേടിത്തരാൻ പ്രതിഫലം കൊണ്ട് നിങ്ങൾക്ക് യോഗ്യത തെളിയിക്കാനുള്ള അവസരമാണിത്. സമ്പത്ത്, അധികാരം, സന്താനങ്ങൾ, ഇതൊന്നല്ല പ്രതാപത്തിൻ്റെ അടയാളം. പ്രതാപം എന്ന് പറഞ്ഞാൽ നീതിയാണ്, മര്യാദയാണ്, ഹൃദയവിശുദ്ധിയാണ്, സൽസ്വഭാവമാണ്, സത്യമാണ്, സൽക്കർമ്മമാണ്. അത് നിങ്ങളെക്കാളേറെ ഉള്ളത് മുഹമ്മദിനും കൂട്ടർക്കുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് കടന്നു വരാം. അതിൻ്റെ ഉറവിടം അള്ളാഹുവിൽ നിന്നാണ്. അത് നൽകുന്നവൻ അള്ളാഹുവാണ്. അവൻ്റെ ആശയാദർശങ്ങളെ പുൽകുന്നവനാണ് ആ ഒരു പ്രതാപത്തിൻ്റെ അവകാശവാദം അല്ലെങ്കിൽ അർഹത പറയാൻ യോഗ്യതയുള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഇസ്സത്തിൻ്റെ ഹിദായത്തിൻ്റെ വഴിയിൽ അണിചേരാം എന്നാണ്. അങ്ങനെ നിങ്ങൾ വന്നാൽ, ഒരുമിച്ച് വന്നാൽ, നിങ്ങളുടെ വാക്കും നിങ്ങളുടെ സംസാരവും ഒക്കെ ഏഴാകാശങ്ങളുടെ കവാടങ്ങൾ തുറന്ന് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. അത് ജനങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് സ്വീകാര്യതയും കീർത്തിയും നന്മയും പദവിയൊക്കെ വർദ്ധിപ്പിക്കും. മാത്രമല്ല, മരണശേഷം അള്ളാഹുവിൻ്റെ അടുത്ത് മണ്ണോട് ചേർന്നതിന് ശേഷം എല്ലാവരും അസ്ഫല സാഫിലീൻ, അധമന്മാരായി പോകുമ്പോൾ ഇല്ല, വിശ്വസിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ പുരോഗമനത്തിൻ്റെ ഉത്തുംഗതയിലേക്ക്, സൗകര്യത്തിൻ്റെ, ആസ്വാദനത്തിൻ്റെ, എല്ലാ നന്മകളുടെയും ഉത്തുംഗതയിലേക്ക് നിങ്ങൾക്ക് സഞ്ചരിക്കാം. സൂറത്തു തീൻ. അപ്പോൾ ആ നിലക്ക് നിങ്ങൾക്കാവാൻ കഴിയും. അപ്പോൾ ഇഹലോകത്ത് നിങ്ങൾക്ക് ആ നിലക്കുള്ള നല്ല കീർത്തികൾ, സൽകീർത്തി നിങ്ങളെക്കാളേറെ അത് മുഹമ്മദിൻ്റെ ആളുകൾക്കുള്ളത്, അതുപോലെ നിങ്ങൾക്കാവാം. പരലോകത്തും റബ്ബിൻ്റെ അടുക്കല്, അവൻ്റെ മാലാകന്മാരുടെ അടുക്കല്, അവൻ്റെ അർഷിൻ്റെ ചാരത്ത് പേര് പറയപ്പെടുന്നവരായി നിങ്ങൾക്ക് മാറാം. അതുകൊണ്ട് പ്രതാപം എന്നത് പറഞ്ഞ് നിങ്ങൾ സത്യത്തെ നിഷേധിക്കല്ല വേണ്ടേ, സത്യത്തിലേക്ക് കടന്നു വരികയാണ് വേണ്ടത് എന്നാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ച് അള്ളാഹു അവർക്ക് ഒരുക്കി കൊടുക്കുന്ന സ്ഥാനവും പദവിയൊക്കെ ഇത് കാരണമാണ്. ഏതാണത്? ഈ പ്രതാപം. ഈ പ്രതാപത്തിലേക്ക് നയിക്കുന്ന രണ്ട് പ്രധാന വഴികളാണ് അൽ കലിമത്ത് തയ്യിബ്. ശുദ്ധമായ ഏറ്റവും നല്ലതായിട്ടുള്ള ആ വചനം. ഏതാണ് ആ നല്ല വചനം? ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് തന്നെയാണ് പരമപ്രധാനം. അതിനുശേഷം വരുന്ന ഒരുപാട് ദിക്റ്, ദുആകൾ, കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതും ആ നിലക്ക് തീർന്നില്ല. അങ്ങനെ സംസാരം മാത്രം പോരാ, ദിക്റ്, ദുആകൾ മാത്രം പോരാ. വൽ അമലു സ്വാലിഹ്, അതിനെ തുടർന്നുള്ള സൽക്കർമ്മം കൂടെ ഉണ്ടായാൽ നിങ്ങൾക്കും രക്ഷപ്പെടാം എന്നതാണ് സൂചിപ്പിച്ചത്. ഇർഫഉഹു, അതേ ഉയരുള്ളൂ. അല്ലാത്ത മോശം വർത്തമാനങ്ങളും ചിന്തകളും അത്തരത്തിലുള്ള ഗൂഢാലോചനകളും നിഗൂഢമായ നിങ്ങളുടെ സംഗതികളും ആ നിലക്ക് മോശമായിട്ടുള്ള നിഷിദ്ധമായ പ്രവൃത്തികളും, ഇതൊന്നും ഇർഫഉഹു, ഉയരൂല. ഉയരുന്നത് സൽക്കർമ്മമാണ്. അതുപോലെ തന്നെ ആ ഒരു ശുദ്ധമായ നല്ല വാക്കുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിവരട, അതിനനുസൃതമായിട്ട് ജീവിതം മുന്നോട്ടുണ്ടാവുക എന്നുള്ളതാണ്. എന്നാൽ ആരെങ്കിലും ദുഷിച്ച തന്ത്രമാണ് പ്രയോഗിക്കുന്നതെങ്കിൽ അറിയുക, അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിനെതിരെ, പ്രവാചകനെതിരെ, ആ പ്രവാചകന്റെ ആൾക്കൂട്ടത്തിനെതിരെ ഗൂഢാലോചന നടത്തുകയാണ്. മുഹമ്മദ് സത്യം പറഞ്ഞു എന്ന കാരണത്താൽ അദ്ദേഹത്തിനെതിരെ നടത്തുന്ന ദുഷ്പ്രവൃത്തികൾ, ഐഹികമായ നശിച്ചു പോകുന്ന വിഭവങ്ങളെ കൊണ്ട് നിങ്ങൾ കാണിക്കുന്ന ദുർമോഹം, ദുർനടപ്പൊക്കെ നിങ്ങളുടെ നാശത്തിലേക്ക് വലിയൊരു ശിക്ഷയായിട്ടാണത് നയിക്കുന്നത്. ശിക്ഷയിലേക്കാണ് നിങ്ങളെ നയിക്കുന്നത്. തിന്മ ചെയ്യുമ്പോൾ, തിന്മയിലേക്ക് ആളെ ക്ഷണിക്കുമ്പോൾ നിങ്ങൾ വലിയ തന്ത്രശാലികളാണ് എന്ന്, അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയൊക്കെ ഞങ്ങൾ കബളിപ്പിക്കുന്നു എന്ന്, പരാജയപ്പെടുത്തുന്നു എന്ന്, അതിജയിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. നിങ്ങളങ്ങനെ വിചാരിക്കുകയാണ്. പക്ഷെ അത് വെറും വിചാരം മാത്രമാണ്. അതൊന്നും അള്ളാഹുവിൻ്റെ അടുത്ത് വില പോകില്ല. ആ തന്ത്രങ്ങൾ നാശമാണ്. അത് ദുനിയാവിൽ വെച്ച് തന്നെ നിങ്ങളുടെ മുൻകാല പൂർവികരായ സമുദായങ്ങളിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ മതി. തീർന്നില്ല, അവിടെ തീരൂല. അത് നിങ്ങൾക്ക് ഒരിക്കലും വിജയിക്കൂല, ദുനിയാവിലും വിജയിക്കൂല. വമക്റുലൈക ഹുവ യബൂർ, അത് തകരും. ഒന്ന് ദുനിയാവിൽ, രണ്ട് പരലോകത്ത് വെച്ച് ആ തന്ത്രത്തെ അള്ളാഹു ആ നിലക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് കിട്ടേണ്ടത് നിങ്ങൾ കിട്ടുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അത്തരത്തിലുള്ള പ്രയോഗങ്ങളാണ് 10-ാമത്തെ വചനത്തിൽ വളരെ സുന്ദരമായി ആശയം ഒന്നുകൂടെ അതിൻ്റെ ഉള്ളുകളിലേക്ക് ഇറങ്ങുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നുണ്ട്. ഇനി 11-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അള്ളാഹുവിൻ്റെ ദീനിനെതിരെ തന്ത്രം പ്രയോഗിച്ച് തിന്മകളിലൊക്കെ മുഴുകി എന്തോ വലിയ ബുദ്ധിയുള്ളവരാണ്, ബുദ്ധിജീവികളാണ് എന്നൊക്കെ ചമഞ്ഞ്, ഞങ്ങൾ തന്ത്രശാലികളാണ് എന്നൊക്കെ ധരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹു കാര്യങ്ങളെ അറിയുന്നില്ലെന്ന് നിങ്ങൾ ധരിക്കരുത്. ആ ധാരണ പൂർണ്ണമായും വ്യാമോഹമാണ്. ആരാണ് അള്ളാഹു? അവൻ അറിയുന്നുണ്ടോ? നിങ്ങൾ ശരിക്കൊന്ന് ആലോചിച്ച്, അള്ളാഹു നിങ്ങളുടെ തന്ത്രങ്ങളെ അറിയുന്നുണ്ടോ അതോ അറിയുന്നില്ലേ? അള്ളാഹു അതിന് തെളിവ് പറയാണ്. അള്ളാഹു അറിയുന്നുണ്ട് എന്നുള്ളതിന് തെളിവ് പറയാണ്. മനുഷ്യരവൻ ആദ്യമായി മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. പിന്നീട് അവൻ അത് ഇന്ദ്രിയത്തുള്ളിൽ നിന്നായി അതിൻ്റെ ആ ഒരു പരമ്പരയെ കൊണ്ടുവന്നു. ഈ മനുഷ്യരെ അവൻ പിന്നീട് ഇണകളാക്കി ജീവിക്കാനുള്ള അവസരം കൊടുക്കുന്നു. ഇതൊക്കെ ആരുടേതാ? ആരാണിതൊക്കെ സംവിധാനിച്ചിട്ടുള്ളത്? നിങ്ങൾ കരുതുന്നുണ്ടോ അള്ളാഹുവിന് നിങ്ങളെ പിടിക്കാനും
ശേഷം പരലോകത്ത് കൊണ്ടുവരാനും കഴിയില്ല എന്ന് ഒരിക്കലും വേണ്ടാന്നുള്ളതാണ്. നിങ്ങളുടെ തന്ത്രം നിങ്ങളെ അള്ളാഹു ആ നിലക്ക് ബോധ്യപ്പെടുത്തുമെന്ന് പറഞ്ഞല്ലോ, കുതന്ത്രത്തിൻ്റെ ഫലം. അതിന് നിങ്ങളെ കൊണ്ടുവരാൻ അള്ളാഹു കഴിവുള്ളവനാണ്. ആ കഴിവിനെ ബോധ്യപ്പെടുത്താൻ അടയാളം പറഞ്ഞതാണ് ഈ വചനത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ. രണ്ടാമത്തത്, ഗർഭാശയത്തിലെ ശിശുവിനെ പറ്റി, ആ ഗർഭത്തെ പറ്റി അറിയുന്ന അള്ളാഹ്, ആ ഗർഭം നൽകിയവനായ അള്ളാഹ്, അതിൻ്റെ ആ നിലക്കുള്ള ആണാണോ പെണ്ണാണോ എന്നുള്ളത് തീരുമാനിച്ചവനായ അള്ളാഹ്, ആയുസ് അതെത്ര വേണമെന്ന് കൃത്യപ്പെടുത്തിയവൻ അള്ളാഹ്. ഈ റബ്ബ് നിങ്ങളുടെ പ്രതാപത്തിൻ്റെ കാരണവും അതുകൊണ്ടുള്ള തിന്മകളുടെ മൂർധന്യാവസ്ഥയും ഒന്നും, അതുകൊണ്ട് നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന കുതന്ത്രങ്ങളും ഒന്നും റബ്ബ് അറിയുന്നില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. എല്ലാം അള്ളാഹുവിൻ്റെ കിതാബിലുണ്ട്. അതെല്ലാം തന്നെ കൃത്യമായി രേഖപ്പെടുത്താനും അറിയാനുമൊക്കെ എളുപ്പമുള്ള ആളാണ് രക്ഷിതാവ് റബ്ബ് എന്ന് പറയുന്നു. ഇനി 12-ാമത്തെ വചനം വരുമ്പോഴേ അള്ളാഹു മനുഷ്യരിൽ അവർ ആസ്വദിക്കുന്ന വലിയൊരു നിഅമത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്താണത്? അതായത് സമുദ്രജലം, അൽ ബഹ്റ അല്ലെ, 2 സമുദ്രജലത്തെ പറയുന്നു. സമുദ്രജലം എന്നുള്ളത് അത് മനുഷ്യർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹമാണ്. അതിൽ നിന്ന് വെള്ളവും ഭക്ഷണവും ആഭരണങ്ങളും അങ്ങനെയുള്ളതൊക്കെ തന്നെ നിങ്ങൾ കണ്ടെത്തുന്നു, ഉപയോഗിക്കുന്നു, ഉപകാരമെടുക്കുന്നു. അതിൽ തന്നെ വ്യത്യസ്തമായ സ്വഭാവമുള്ളതൊക്കെ ഉണ്ട് അല്ലേ? അതാണ് 2 സ്വഭാവമുള്ള വെള്ളത്തെ പറഞ്ഞത് എന്നാണ്. ഇതൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ളതാണ്. അത് മാത്രമല്ല, അതിൻ്റെ മുകൾ പരപ്പിലൂടെ നിങ്ങൾ ഉപജീവനം തേടി നിങ്ങൾ കപ്പൽ യാത്ര നടത്തുന്നു. നിങ്ങൾക്ക് വേണ്ട വിഭവങ്ങൾ, കാലികൾ, സാധന സാമഗ്രികൾ എല്ലാം ഒരുക്കിയിട്ട് നിങ്ങൾ അതിനെ കീറി മുറിച്ചിട്ട് ആ നിലക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു? വലിയ വലിയ കപ്പലുകളെ കൊണ്ട് നിങ്ങൾ യാത്ര നടത്തുന്നുണ്ട് അല്ലേ? അള്ളാഹ് ഒരു വല്ലാത്തൊരു വാസ്തവത്തെ, നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന വലിയൊരു അനുഗ്രഹത്തെ, മനുഷ്യന് എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത വലിയൊരു നിഅമത്തിനെ സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, എന്തിനാണിത്? 2-3 കാര്യങ്ങൾ ആ ആയത്തിൽ നിന്ന് തന്നെ നമ്മൾ വായിക്കേണ്ടതുണ്ട്. ഒന്ന്, ആരാണ് അള്ളാഹു എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അനുഗ്രഹങ്ങൾ നൽകുന്നത് ആര് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ഈ പ്രതാപമുള്ള റബ്ബിനെ, പ്രതാപമുണ്ടെന്ന് നടിക്കുന്ന നിങ്ങൾ മറന്നു കളയുന്നത് ഏറെ ഗൗരവമാണ്. അതാണ് ആ ബോധ്യപ്പെടുത്തൽ. 2-ാമത്തെ സംഗതി, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, അത് റബ്ബിൻ്റെതുമാണ്. ബോധ്യപ്പെടാൻ മാത്രമല്ല കേട്ടോ, മറിച്ച് നന്ദി വേണമെന്നതാണ്. റബ്ബിൻ്റെ നിഅമത്ത് ഉപയോഗിക്കുമ്പോൾ അതിന് തിരിച്ച് പ്രത്യുപകാരം നൽകുക എന്ന ബാധ്യത. അള്ളാഹുവിനെ സഹായിക്കുക എന്നല്ല, അള്ളാഹുവിന് എന്തെങ്കിലും അങ്ങോട്ട് ഉപജീവനം നൽകുക എന്നല്ല. ഇല്ല, ഒരിക്കലും അള്ളാഹുവിനെ നിങ്ങൾ തീറ്റിപ്പോറ്റേണ്ടതില്ല. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ എന്തുള്ളത്? നിങ്ങൾ സൽക്കർമ്മങ്ങളെ കൊണ്ട്, ആരാധനകളെ കൊണ്ട്, ഏകദൈവ വിശ്വാസത്തെ കൊണ്ട് മനസ്സ് മലിനപ്പെടുത്താതെ നല്ലവരായിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. അതാണ് വേണ്ടത്. വലഅല്ലക്കും തഷ്കുറുൻ. അതുകൊണ്ടാണ് ആയത്ത് അങ്ങനെ അവസാനിപ്പിച്ചത്. വലിയ നിഅമത്തിൻ്റെ ഏതാനും ചില കാര്യങ്ങൾ കുറഞ്ഞ വാക്കുകളിൽ ഗഹനമായി ചിന്ത നൽകുന്ന രൂപത്തിൽ പരസ്പര പൂരകങ്ങളായി സൂചിപ്പിച്ചതിന് ശേഷം ആയത്ത് അവസാനിപ്പിച്ചിടത്താണ് ഖുർആൻ വെളിച്ചം പഠിതാവ് അടിവരയിടേണ്ടത്. വലഅല്ലക്കും തഷ്കുറൂൻ. തീർന്നില്ല, ഒരു കാര്യം കൂടെ അള്ളാഹു പറയുന്നു അതിൻ്റെ ആരംഭത്തിൽ. വമാ യസ്തവിൽ ബഹ്റ, 2 ജലാശയങ്ങൾ എടുത്തു നോക്കി. ഒന്ന് നല്ല ശുദ്ധജലം, മറ്റൊന്ന് ഉപ്പ് കലർന്നിട്ടുള്ളതാണ്. ഇതുപോലെയാണ്. ഒന്ന് കുടിക്കാൻ അസഹ്യമാണ്. മനുഷ്യരെ, നിങ്ങളുടെ ജീവിത നിലപാട് 2 രീതിയിലാണ് ആളുകൾ മുന്നോട്ട് നയിക്കുന്നത്. ഒന്ന്, നന്മയിൽ ഇങ്ങനെ പോകുന്ന മുന്നേറുന്ന ആളുകൾ, നേരത്തെ പറഞ്ഞ ഇബ്ലീസിനെ ശത്രുവായി കണ്ട് മനസ്സിനെ ഈമാന് കൊണ്ട് സൽക്കർമ്മങ്ങളെ കൊണ്ട് വലയം ചെയ്തവൻ. 2-ാമത്തെ ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ തിന്മകളെ പോലും നന്മയായി കണ്ട് യാതൊരു കുസലുമില്ലാതെ തിന്മകളിലൂടെ അങ്ങനെ ആ ഒരു വകവെക്കാതെ കടന്നു പോകുന്നവർ. 2 രീതിയാണുള്ളത്. നേരത്തെ പറഞ്ഞ ശുദ്ധജലത്തിൻ്റെ പോലെ ആ ഒരു ഉപ്പ് ജലത്തിൽ രണ്ടും 2 സ്വഭാവമാണ്. ആ നിലക്കാണ് മനുഷ്യരും. ഈ 2 ജലം തുല്യമാവുകയില്ലെങ്കിൽ, വമായസ്തവി സമമല്ലെങ്കിൽ, നിങ്ങൾ അറിയുക മനുഷ്യരെ, നിങ്ങളും സൽക്കർമ്മം ചെയ്തവരും തിന്മ ചെയ്തവരും സമമാവുകയില്ല. രണ്ടും 2 രൂപത്തിലാണുള്ളത്. അതുകൊണ്ട് ഒരുപോലെ പ്രതിഫലം ലഭിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം 2 രീതിയിൽ തന്നെയായിരിക്കും മനുഷ്യന്മാരെ നിങ്ങളുടെ വിഷയത്തിൽ അള്ളാഹു തീരുമാനമെടുക്കുക. ഒരു കൂട്ടം ആളുകളെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സ്വർഗത്തിലേക്ക്, ഇന്ന അസ്ഹാബുൽ ജന്നത്തിൽ യൗം അല്ലെ, സ്വർഗവാസികളായി അവർ ഒരുമിച്ച് കൂട്ടിയിട്ട് അള്ളാഹു അവർക്ക് വേണ്ടതൊക്കെ നൽകും. 2-ാമത്തെ ആളുകളെ അള്ളാഹു പിടിക്കും. വംതഅസിൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, അവിടെ തന്നെ അള്ളാഹു സൂചിപ്പിച്ചു, കുറ്റവാളികളെ മാറി നിൽക്കൂ എന്ന് പറഞ്ഞ് ഈ സമുദ്രജലത്തിൻ്റെ 2 സ്വഭാവത്തെ വ്യത്യസ്തമാക്കിയ അടയാളത്തിൽ നിന്ന്, അല്ലെങ്കിൽ അവിടെ ആ ഒരു പാഠം
പറഞ്ഞുകൊണ്ടല്ല പറയുന്നു, ഇതുപോലെ ജീവിതത്തിൽ അള്ളാഹു തീരുമാനമെടുക്കും മരണാനന്തര ജീവിതത്തിൽ ശ്രദ്ധിക്കുക എന്നതാണ്. ഒരു വചനം കൂടെ, 13-ാമത്തെ വചനം അള്ളാഹു സൂചിപ്പിക്കുന്നു. വളരെ ശ്രദ്ധേയമായ പരാമർശങ്ങളാണുള്ളത്. രാപ്പകലുകളെ മാറ്റിമറിക്കുന്നത്, രാവിലും പകലിലും മനുഷ്യർക്ക് പ്രകടമാകുന്ന ദൃഷ്ടാന്തങ്ങളായ സൂര്യനും ചന്ദ്രനൊക്കെ ഇങ്ങനെ കുറിച്ചുള്ള പറയാം. അവയുടെ സൃഷ്ടിപ്പ്, യൂലിജു അത് പ്രവേശിക്കുന്നു എന്നാണ്. അപ്പം അവയുടെ വരവ് പോക്കുകൾ, അല്ലേ, സൃഷ്ടിപ്പ്, സംവിധാനം, സഞ്ചാരം, നിയന്ത്രണം, ഇതൊക്കെ തന്നെ ആരാ? പകലിൽ പ്രത്യക്ഷമാകുന്ന സൂര്യനെയും രാവിലെ പ്രത്യക്ഷമാകുന്ന വിളക്ക് ചന്ദ്രനെയും ഒക്കെ സൂചിപ്പിച്ചിട്ട് അള്ളാഹു പറയുകയാണ്, നിത്യജീവിതത്തിൻ്റെ നിഷേധിക്കാനാവാത്ത അനുഭവങ്ങളാണ് ഇതൊക്കെങ്കിൽ ഇതൊക്കെ വെറുതെ സൃഷ്ടിച്ചതല്ല, ഇതൊക്കെ റബ്ബിൻ്റെ കഴിവാണ്, അവൻ്റെ അധികാരത്തിൻ്റെയും അവൻ്റെ ഇസ്സത്തിൻ്റെയും ഒക്കെ അടയാളാണ്. അതുകൊണ്ട് ശരിക്കും അധികാരം, മുൽക്കൊക്കെ റബ്ബിൻ്റെ അടുത്തുള്ളത്. ആ റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക, അല്ലേ? ഇങ്ങനെയുള്ള സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗോളങ്ങളും ഗ്രഹങ്ങളും ഗാലക്സിയും ഒക്കെ അവൻ്റെതാ. അവനാണ് മാലിക്. അദാലിക്കും അല്ലാഹ് റബ്ബുക്കും ലഹുൽ മുൽക്ക്, അവനാണ് മിൽക്കിയത്ത്, എല്ലാറ്റിൻ്റെയും ഉടമസ്ഥാവകാശം. അതുകൊണ്ട് ആ റബ്ബിനെ നിങ്ങൾ ആ നിലക്ക് നിങ്ങൾ അറിയണേ എന്നതാണ്. വല്ലാത്തൊരു ചിന്ത. അള്ളാഹു കൂട്ടത്തിൽ പറയാം, വല്ലദീന തദ്ഉന മിൻ ദൂനിഹി, എന്നിട്ട് നിങ്ങൾ ഇതൊക്കെ റബ്ബിൻ്റെതാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കെ എന്താ നിങ്ങൾ റബ്ബിനെ കൂടാതെ മറ്റു ചില ആളുകളിലേക്ക് ആരാധനകളുമായി നിങ്ങൾ പോയിട്ടുള്ളത്? നേർച്ചകളുമായി നിങ്ങൾ കടന്നു ചെല്ലുന്നത് ശരിയല്ലത്. എന്തൊരു വിരോധാഭാസമാണ്. റബ്ബിനെ കൂടാതെ മറ്റു ശക്തികളിലേക്ക്, വസ്തുക്കളിലേക്കൊക്കെ നിങ്ങൾ പോവുക, വളരെ മോശമാണത്. എന്നാൽ അവരുടെ കാര്യം ആലോചിക്കുക നിങ്ങൾ. മയം ലിക്കൂന മിൻ ഖച്മീർ, ഒരു കാരക്ക കുരുവിൻ്റെ പാട പോലും സ്വന്തമാക്കാത്ത ആളുകൾ, അല്ലേ? എത്ര ദുർബലരാണെന്ന് പറയാനാണ്. കാരക്കുരുവിന് മനുഷ്യന്മാർക്ക് ഒരുപാട് ആവശ്യങ്ങൾ, അത് നേടിയെടുക്കാൻ അവർ പറയേണ്ടത്, അതിന് കഴിവുള്ള, അതിന് സാമർഥ്യമുള്ള, അതിൻ്റെ അധികാരവും പദവിയും ഇസ്സത്തും ഒക്കെ ആരെടുത്താണുള്ളത്? ആ രക്ഷിതാവിലേക്ക്, കഴിവുറ്റ രക്ഷിതാവിലേക്കാണ് അവർ പോവേണ്ടത്. പക്ഷെ ഇവർ ചെല്ലുന്നത് ഒരു കാരക്ക കുരുവിൻ്റെ ഖത്മീർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുരുവിൻ്റെ മുകളിലെ ചെറിയ നേർത്ത പാടൊക്കെ പറയുന്നത്, ഖത്മീർ പോലും സ്വന്തമായിട്ട് ഉടമപ്പെടുത്താനില്ലാത്ത, സൃഷ്ടിക്കാൻ കഴിയാത്ത കഴിവുകെട്ടവരിലേക്ക് നിങ്ങൾ പോകുന്നു. എത്ര മോശമാണ്, അല്ലേ? മറ്റൊരിടത്ത് ഖുർആൻ ഒരു ഈച്ചയാണ് അതിൽ പറഞ്ഞത്. ലയഖ്ലുഖു ദുബാബ്, ഒരാളെ കൊണ്ടല്ല, അള്ളാഹുവിനെ മാറ്റി നിർത്തി നിങ്ങൾ വിളിച്ചു തേടുന്ന ആരാധനകളുമായി കടന്നു ചെയ്യുന്ന സകല ദൈവമൂർത്തികളെയും നിങ്ങൾ ഒരുമിച്ച് കൂട്ടിക്കോളും. പക്ഷേ ഒരു ഈച്ചയെ പോലും ലയഖ്ലുഖു ദുബാബ, സൃഷ്ടിക്കാൻ അവർക്കാവില്ല. എന്നിട്ട് അള്ളാഹു അതിനേക്കാൾ ഒന്നും കൂടെ അവരുടെ കഴിവുകേടിനെ ബോധ്യപ്പെടുത്താൻ നിസ്സാരതയെ പറയുകയാണ്. ഇനി വേണ്ട, ആ ഈച്ച എന്തെങ്കിലും നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള പൊടിപടലം, അല്ലെങ്കിൽ നിങ്ങൾ പൂജിച്ച വിഗ്രഹത്തിൻ്റെ മേലൊക്കെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒരു, നിങ്ങൾ കൊണ്ടുപോയി വഴിപാട് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പൊടി, അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ നിസ്സാരമായ ഈച്ച അതിലിരുന്ന് അതിൻ്റെ ചിറകിലും കാലിലും പറ്റിയത് റാഞ്ചിയെടുത്ത് പോയാൽ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത കഴിവുകേടിൻ്റെ ആളുകളാണ്, അല്ലേ? ദുർബലരായ മനുഷ്യൻ പരമദുർബലരായ ചിലരിലേക്ക് ആശ്രയം കാണിക്കുന്നു എന്നത് എത്ര ദയനീയമായ കാര്യമാണെന്ന് അള്ളാഹു പറയുന്നത് ഈ വചനത്തിൻ്റെ അവസാനത്തെ ആ ഖിത്മീർ എന്ന ഒരു ഉപമയിലൂടെയാണ്. അള്ളാഹു കൂടുതൽ കാര്യങ്ങളെ ചിന്തിക്കാനും മനസ്സിലാക്കാനും അവൻ്റെ ആ കൃത്യമായ പാതയിലൂടെ തന്നെ വിശ്വാസത്തോടെ കടന്നു പോകാനൊക്കെയുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ, ബോധം നൽകട്ടെ. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.